മൈ ഡിയർ സ്റ്റുഡൻസ്, ഡോക്ടർ ജെയിംസ് ടൈലർ കെന്റ് രചിച്ച ലെക്ചേഴ്സ് ഓൺ ഹോമിയോപ്പത്തിക് മെറ്റീരിയ മെഡിക്ക എന്ന പുസ്തകത്തെ ആധാരമാക്കിയുള്ള ഈ പ്രോഗ്രാമിലേക്ക് നിങ്ങൾക്കേവർക്കും വീണ്ടും സ്വാഗതം. ഈ പരമ്പരയുടെ 355-ാമത്തെ എപ്പിസോഡിൽ ബെൻസോയിക് ആസിഡ് എന്ന അധ്യായത്തിൻ്റെ 2ാം ഭാഗമാണ് നമ്മൾ പരിഗണിക്കുന്നത്. നമ്മൾ നേരത്തെ ആദ്യ ഭാഗത്തിൽ കണ്ടതുപോലെ മൂത്രവുമായിട്ട് ബന്ധപ്പെട്ട ലക്ഷണങ്ങളുടെ പരിണാമങ്ങൾ ബെൻസോയിക് ആസിഡിൽ വളരെ പ്രാധാന്യത്തോടെ വരുന്നുണ്ട്. ഈ ഒരു ഭാഗം വായിക്കുമ്പോൾ വാസ്തവത്തിൽ ഈ ഒരു ഔഷധം ഒരു കൊളോക്കിയൽ ഭാഷയിൽ പറഞ്ഞാൽ ഒരു മൂത്ര കേന്ദ്രീകൃതമായ ഔഷധമാണോ എന്ന് നമുക്ക് തോന്നിപ്പോകും. ആ തരത്തിൽ അതിൻ്റെ ജനറൽ കണ്ടീഷനോട് അത്രയ്ക്കത് ചേർന്ന് നിൽക്കുന്നു. ഈ ഔഷധം ഒരു വളരെ ഭംഗിയായി പ്രൂവ് ചെയ്യപ്പെട്ടൊരു ഔഷധമല്ല, അല്ലെന്നാണ് കെന്റ് പറയുന്നത് അന്നത്തെ കാലത്ത്. പിന്നീട് അതിന് എന്ത് സംഭവിച്ചു, കൂടുതൽ പ്രൂവിങ് നടന്നോ, സിംറ്റംസ് കൃത്യമായി കിട്ടിയോ എന്നുള്ള കാര്യം എനിക്കറിഞ്ഞുകൂടാ. പക്ഷെ ഈ ഒരു അവസ്ഥയിൽ അത്രയ്ക്ക് ഭംഗിയായിട്ട് പ്രൂവ് ചെയ്യപ്പെട്ടതല്ല. പക്ഷേ അതിൻ്റെ ഈ ഒരു മൂത്രവുമായിട്ട് ബന്ധപ്പെട്ട ലക്ഷണങ്ങളുടെ വളരെ ആ ഒരു പ്രാധാന്യവും മറ്റ് ലക്ഷണങ്ങളുമായിട്ട് അതിൻ്റെ ചേർച്ചയും വളരെ പ്രധാനപ്പെട്ട, ഇവിടെ പറയുന്ന ഈ ഭാഗത്ത് പറയുന്ന ചില മെൻ്റൽ സിംറ്റംസൊക്കെ നോക്കുമ്പോൾ സാമാന്യം ഭംഗിയായി ആശ്രയിക്കാവുന്ന ഒരു ഔഷധമാണെന്ന് നമുക്ക് കാണാൻ പറ്റും. വളരെ ശ്രദ്ധേയമാണ് അതിൻ്റെ മെൻ്റൽ സിംറ്റംസും ഉള്ളത് തന്നെ, കുറച്ചേ ഉള്ളുവെങ്കിലും ഉള്ളത് വളരെ ശ്രദ്ധേയമാണത്. നമുക്കത് പരിശോധിക്കാം എന്താണെന്നുള്ളത്. ദ കംപ്ലൈൻറ്റ്സ് ദെൻ ഓഫ് ബെൻസോയിക് ആസിഡ് ആർ സച്ച് ആസ് ആർ ചേഞ്ചബിൾ. നേരത്തെ കണ്ടു മൂത്രത്തിൻ്റെ സ്വഭാവത്തിൽ വരുന്ന മാറ്റം. അങ്ങനെ വരുമ്പോൾ രോഗിയുടെ മൊത്തം പൊതുവെ ശാരീരിക സ്ഥിതിയിൽ ഉണ്ടാകുന്ന അങ്ങോട്ടും ഇങ്ങോട്ടുള്ള മാറ്റവും നമ്മൾ കണ്ടതാണ്. അപ്പോൾ അതുകൊണ്ട് വളരെ ഒരു മാറ്റത്തിന് വിധേയമായ ഒരു രോഗാവസ്ഥയാണ് അല്ലെങ്കിൽ ആരോഗ്യസ്ഥിതിയാണ് ബെൻസോയിക് ആസിഡ് പേഷ്യൻ്റ് ഇത്. ആൻഡ് വി നോ വൈ ദേ ആർ ചേഞ്ചബിൾ. എന്തുകൊണ്ട് അവ മാറ്റം സംഭവിക്കുന്നു എന്നുള്ളത് നമ്മൾ കണ്ടു. ആ മൂത്രത്തിലൂടെ അവശിഷ്ടങ്ങൾ പോകുന്നൊരവസ്ഥയിൽ ആൾ മെച്ചപ്പെട്ടിരിക്കുന്നു. അവശിഷ്ടങ്ങളൊന്നും പോകാതെ മൂത്രം അതിൻ്റെ ധർമ്മം നിർവഹിക്കാതെ അതിൻ്റെ സാന്ദ്രത അല്ലെങ്കിൽ സ്പെസിഫിക് ഗ്രാവിറ്റി കുറഞ്ഞിരിക്കുന്നൊരവസ്ഥയിൽ, അത് വെറും വെള്ളമായിരിക്കുന്ന അവസ്ഥയിൽ ശരീരത്തിൽ മാലിന്യങ്ങൾ അടിഞ്ഞു കിടക്കുന്നു, രോഗിക്ക് പ്രശ്നം ഉണ്ടാകുന്നു. അപ്പോൾ ആ ഒരു ബന്ധം ചേഞ്ചബിലിറ്റിയുടെ ഒരു കാരണം. When the urine is copious and plenty of uric acid is being passed and the urine is full of deposits, then the patient is at his best. When the urine is scanty or of light specific gravity, he suffers from backache and pains in joints. He suffers from atmospheric changes. He is sensitive to cold drafts and to air, but let the urine start up again, which it does in a sort of alternating way. Light urine alternating with heavy urine, and the patient is comfortable again. അപ്പോൾ നമ്മൾ നേരത്തെ കണ്ട കാര്യം തന്നെ കുറച്ച് വ്യത്യസ്തമായിട്ട് പറയുകയാണ്. അതിൽ അവശിഷ്ടങ്ങളുണ്ട്, സ്പെസിഫിക് ഗ്രാവിറ്റി കൂടുതലാണ്, സാന്ദ്രത കൂടുതലാണെന്ന് പറയുമ്പോൾ എന്താ അർത്ഥം? യൂറിക് ആസിഡ് മറ്റേ മാലിന്യങ്ങൾ ഒക്കെ ധാരാളം പോകുന്നു. ആ ഒരു മണം, ഒരു കുതിരമൂത്രത്തിൻ്റെ മണം എന്ന് പറഞ്ഞില്ല, ആ ഒരു മണം ഉണ്ടാകുന്നു. അപ്പോൾ ശരീരത്തിൽ മാലിന്യങ്ങൾ അളവ് താഴ്ന്നിരിക്കും. അപ്പോൾ ആൾക്ക് പൊതുവെ ശാരീരികമായിട്ട് ആളുടെ സ്ഥിതി മെച്ചമാണ്. പക്ഷെ പിന്നീട് ഇത് പോകാതാകുമ്പോൾ, മാലിന്യങ്ങൾ പോകാതെ ഒന്നുകിൽ മൂത്രത്തിൻ്റെ അളവ് കുറയുന്നു, അല്ലെങ്കിൽ മൂത്രത്തിൻ്റെ സാന്ദ്രത സ്പെസിഫിക് ഗ്രാവിറ്റി കുറഞ്ഞിട്ട് വെറും വെള്ളം മാത്രം പോകുന്നൊരവസ്ഥ. അങ്ങനെ വരുമ്പോൾ വീണ്ടും എന്തൊക്കെയാണ് വരുന്നത് ഇവിടെ സവിശേഷമായിട്ട് പറയും. നേരത്തെ അങ്ങനെ കൃത്യമായിട്ട് പറഞ്ഞിട്ട് ഇവിടെ പിൻപോയിന്റ് ചെയ്ത് പറയുന്നുണ്ട്. മുതുകുവേദന, സന്ധിവേദന, കാലാവസ്ഥാ വ്യതിയാനങ്ങൾ, അന്തരീക്ഷ സ്ഥിതിയിൽ വരുന്ന മാറ്റങ്ങളോട് ബന്ധപ്പെട്ട് പ്രയാസങ്ങളുണ്ടാകുന്നു, തണുപ്പിനോട് സംവേദനക്ഷമത ഉണ്ടാകുന്നു, തണുത്ത കാറ്റിനോട്, തണുത്ത വായുവിനോട്. പക്ഷേ മൂത്രം വീണ്ടും നന്നായിട്ട് പോയി തുടങ്ങിയാലോ കാര്യങ്ങൾ മാറും. Then there are complaints in which the urine smells strong and pungent. This often occurs in children. ഈ കുട്ടികൾ മൂത്രത്തിന് ദുർഗന്ധം, കടുത്ത ഗന്ധം വരുന്നു എന്നുള്ളത് കുട്ടികളിൽ കൂടുതൽ ശ്രദ്ധേയമായി കാണാം. It is astonishing that these little ones manifest the uric acid diathesis in early life. അപ്പോൾ ഈ ബെൻസോയിക് ആസിഡ് രോഗികൾ ചെറുപ്പത്തിലെ ആ ഒരു അവസ്ഥ കാണിക്കും. അവരുടെ മൂത്രവുമായിട്ട് ബന്ധപ്പെട്ട സ്വഭാവങ്ങളിലൂടെ ചെറുപ്പത്തിലേത് ചെറുപ്പത്തിൽ കാണാം. Mothers often describe it as intensely urinous. ആ ഒരു പ്രയോഗം
അത് ഞാൻ നേരത്തെ ഒരു കൊളോക്കിയലായിട്ട് ഗ്രാമ്യ ഭാഷയിൽ പറഞ്ഞത് മൂത്രകേന്ദ്രീകൃതമായിട്ട് ഔഷധം. കുട്ടി ഒരു എന്താ പറയുക, മൂത്രക്കുട്ടി എന്നൊക്കെ പറയില്ല, അങ്ങനത്തെ ഒരു അവസ്ഥയാണ്. അതും ആ കുട്ടിയുടെ മണം തന്നെ, ആ കുട്ടി ഉറങ്ങുന്ന മുറിയുടെ മണം തന്നെ ഒരു മൂത്രത്തിന്റെ രൂക്ഷമായ മണമായിരിക്കും. ഇന്റൻസിറ്റി യൂറിനസ്, ഇറ്റ് സ്മെൽസ് ലൈക്ക് ഇന്റൻസിഫൈഡ് യൂറിൻ. മറ്റൊരു പ്രയോഗം ഇന്റൻസിഫൈഡ് യൂറിൻ. മൂത്രം അതിൻ്റെ സ്വഭാവങ്ങളിൽ കൂടുതൽ രൂക്ഷതയുള്ളതായി. അവിടെ മണം എന്നുള്ളതല്ല, ദുർഗന്ധമോ അങ്ങനെ ഉള്ളതല്ല. വാസ്തവത്തിൽ മൂത്രത്തിൻ്റെ സ്വാഭാവിക ഗന്ധം അത് തന്നെ രൂക്ഷമായി. ഞാൻ ഈ കുതിരമൂത്രത്തിന് മണമെന്ന് പറഞ്ഞത് ഞാൻ നേരത്തെ ഒരിക്കൽ പറഞ്ഞിട്ടുണ്ട്. ഈ കുതിരമൂത്രത്തിൻ്റെ മണമെന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലാകാതെ ആ മരുന്നെന്താണെന്ന് ഞാൻ മറന്നുപോയി. നൈട്രിക് ആസിഡാണോ സംശയം. ഞാൻ അത് വായിക്കുന്നതിന് ഒരു 2 വർഷം മുമ്പ് പ്രീ ഡിഗ്രിക്ക് കൊച്ചിൻ കോളേജിൽ ഫോട്ടോച്ചിക്ക് എടുത്താണ് പഠിച്ചിരുന്നത്. അപ്പം ഈ ബസ് സ്റ്റോപ്പിലേക്ക് പോകുമ്പോൾ കുതിരകളൊക്കെ ഇട്ടിരിക്കുന്നത് കാണാം. മൂത്രത്തിന് മണം കിട്ടുമായിരുന്നു. ഞാൻ വീണ്ടും ആ സ്ഥലങ്ങളിൽ പോയി, കൂവപ്പാടം, പാണ്ടിക്കുടി എന്നൊക്കെ പറയുന്ന സ്ഥലങ്ങൾ. അവിടെ അപ്പോൾ കുതിരകളില്ല, ഈ 87 ആയപ്പോൾ. പക്ഷെ കുതിരകളുണ്ട് എന്ന് പറഞ്ഞൊരു സ്ഥലത്ത് കുതിരകളെ വെട്ടി, കുതിരകളെ കശാപ്പ് ചെയ്ത് മാംസം എടുക്കുന്നൊരു രഹസ്യകേന്ദ്രം ഉണ്ടായിരുന്നു. അവിടെ ചെന്നപ്പോൾ കുതിര ചാണകത്തിൻ്റെയും കുതിരമൂത്രത്തിൻ്റെയും ഗന്ധം മനസ്സിലായി. അത്രയ്ക്ക് രൂക്ഷമായ മണം. എന്നിട്ട് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ളതാണ്, ഒരു കുതിരമൂത്രം ഒഴിക്കുന്നത് ഇങ്ങനെ കാത്തിരുന്നൊരു കുപ്പിയുമായിട്ട് കാത്തിരുന്ന് കുതിരമൂത്രം പിടിച്ച് ഞാൻ ബാബുചേട്ടൻ്റെ കൈ കൊണ്ടേ കൊടുത്തു. ബാബുചേട്ടൻ പിന്നെ അത് കോളേജിൽ കൊണ്ടുവന്ന് എനിക്ക് തോന്നുന്നു. ബാബുചേട്ടൻ ആ മൂത്രം അറിയാം, കാരണം സൈനിക ക്യാമ്പുകളിലും മറ്റുമൊക്കെ ധാരാളം താമസമുള്ളതുകൊണ്ടും നോർത്ത് ഇന്ത്യയിലൊക്കെ താമസമുള്ളതുകൊണ്ടും ആ മണം അറിയാം. പക്ഷെ അവിടെ അന്ന് DHMS വരുന്ന എൻ്റെ സുഹൃത്തുക്കളടങ്ങിയ കുട്ടികൾക്ക് അത് അറിയില്ല. അതുകൊണ്ട് ഞാൻ കൊണ്ടുപോയ ബോട്ടിൽ മൂത്രം, ആ ഇൻറ്റൻസിഫൈഡ് യൂറിൻ, അല്ലെങ്കിൽ എന്താ പറയുക, നേരത്തെ പറഞ്ഞ ആ ഒരു മണം, ആ ഒരു രൂക്ഷമായ ഗന്ധം, ഒരു ആസിഡിൻ്റെ മണം പറഞ്ഞല്ലോ, ആ ഒരു ഗന്ധം മനസ്സിലാക്കാൻ. അപ്പം അതാണ് ഇൻറ്റൻസിഫൈഡ് യൂറിൻ. ഇറ്റ് ഈസ് നോട്ട് ദ സ്മെൽ സോ മച്ച് ഓഫ് ഡീകമ്പോസ്ഡ് യൂറിൻ നോർ എഫക്റ്റഡ് യൂറിൻ. അതായത് മൂത്രം കേടായി അത് വിഘടിച്ചതോ അത് ചീഞ്ഞതോ ഒക്കെ ആയ മണമല്ല. ബട്ട് യൂറിൻ ഇൻറ്റൻസിഫൈഡ്, മൂത്രം തന്നെ, ആ മൂത്രത്തിന് ആ ഒരു മൂത്രത്തിൻ്റെ സ്വഭാവം കൊടുക്കുന്ന യൂറിക് ആസിഡോ അതിൽ വരുന്ന അതിനുള്ള പ്രധാന കണ്ടൻസ് എന്താണോ അത് നിങ്ങൾക്കറിയാം. അതിൻ്റെ തന്നെ അതിൻ്റെ തന്നെ സാന്ദ്രത, അതിൻ്റെ കണ്ടന്റ് പെർ cc അത് കൂടിയിരിക്കുന്നു. അതുകൊണ്ടാണ് ആ ഇൻറ്റൻസിഫൈഡ് യൂറിൻ എന്ന് പറയുന്നത്. ഇറ്റ് ഹസ് ക്യൂർഡ് മെനി ടൈംസ് വെറ്റിംഗ് ദ ബെഡ്. രാത്രിയിൽ കുട്ടികൾ മൂത്രമൊഴിച്ചു പോകുന്ന അവസ്ഥയെ പലപ്പോഴും ഇത് സുഖപ്പെടുത്തിയിട്ടുണ്ട്. ഇൻവോളണ്ടറി യൂറിനേഷൻ സ്ലീപ്പ്, ഉറക്കത്തിൽ അറിയാതെ മൂത്രമൊഴിച്ചു പോകുന്നു. when the bed that has been wetted several times becomes uncleanable. അപ്പോൾ അത്രയ്ക്ക് കണ്ടൻസ് അതിലുണ്ട്. മൂത്രത്തിൽ ആ കണ്ടൻസ് അത്രയ്ക്ക് ഇൻറ്റൻസ് ആയതുകൊണ്ട് അതുകൊണ്ട് നനഞ്ഞുണങ്ങി വീണ്ടും നനഞ്ഞുണങ്ങിയ കിടക്ക വിരി അല്ലെ കിടക്ക അതിനെ പിന്നെ വൃത്തിയാക്കാൻ പറ്റില്ല. അത്രയ്ക്ക് അത് മാലിന്യങ്ങൾ അതിൽ വന്ന് പെട്ടുപോയി. യു ക്യാൻ സ്മെൽ ഇറ്റ് ഓൾമോസ്റ്റ് ആസ് ക്വിക്ക് ആസ് യു ഗോ ടു ദ റൂം. ആ മുറിയിലേക്ക് പോകുമ്പോൾ തന്നെ ആ മണം നിങ്ങൾക്ക് മനസ്സിലാവും. ദ ചിൽഡ്രൻ ഓൾ സ്മെൽ ലൈക്ക് യൂറിൻ. കുട്ടികൾ മൊത്തത്തിലൊരു മൂത്രത്തിന്റെ മണമാണ്. സ്ട്രോങ് യൂറിൻ, വെറുതെ മണമല്ല, രൂക്ഷമായ ഗന്ധം മൂത്രത്തിന്റെ. ദ ഹൗസ് സ്മെൽസ് ലൈക്ക് യൂറിൻ. ആ ഭവനം തന്നെ മൂത്രത്തിന്റെ മണത്തിൽ മുങ്ങി നിൽക്കുകയാണ്. അതാണ് ഞാനൊരു മൂത്രകേന്ദ്രീകൃതമായൊരു ഔഷധമാണോ എന്ന് നമുക്ക് തോന്നുന്നത്. ഇഫ് 2 or 3 of these little fellows wet the beds at night, the urine is so strong it tells the story at once. പണ്ടൊക്കെ വീടുകളിൽ 4, 5, 6 കുട്ടികളൊക്കെ ഉണ്ടാവും സാധാരണഗതിയിൽ. ഇതിലൊരു 3 കുട്ടികൾ ഈ സ്വഭാവമുള്ളവരാണെങ്കിൽ ആ വീട്ടിലേക്ക് കയറാൻ പറ്റില്ല. ദിസ് മെഡിസിൻ നീഡ്സ് റീപ്രൂവിങ്. ഞാൻ പറയുന്നത് അത്രയ്ക്ക് നന്നായിട്ട് തെളിയിക്കപ്പെട്ടിട്ടുള്ള ഒരു ഔഷധമല്ല. ഡീറ്റെയിൽസ് ഹാവ് നോട്ട് ബീൻ ബ്രോട്ട് ഔട്ട് യെറ്റ് ഇറ്റ്സ് നാച്ചർ ഈസ് നോൺ. പ്രധാന കാര്യം വിശദാംശങ്ങൾ, മെന്റൽ സിംപ്റ്റംസ് ആൻഡ് ജനറാലിറ്റീസിൻ്റെയൊക്കെ കൂടുതൽ വിശദാംശങ്ങൾ കിട്ടിയിട്ടില്ലെങ്കിലും ഈ ഔഷധത്തിന്റെ സ്വഭാവം ഇന്നതാണെന്ന് പറയാൻ തക്ക തെളിവുകൾ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അത്രയും നല്ലത്. വി ഹാവ് എ ഗുഡ് മെനി മെഡിസിൻസ് ഹാവിങ് ദിസ് നേച്ചർ. ഈ സ്വഭാവമുള്ള നിരവധി ഔഷധങ്ങളുണ്ട്. ബട്ട് ദിസ് ഈസ് പെർഹാപ്സ് ആസ് ഇന്റൻസ് ആസ് എനി. അവയിൽ ഏതിനോളത്തോവും രൂക്ഷമാണിത്. മറ്റ് ഇതേയുള്ള ഔഷധങ്ങൾ നന്നായിട്ട് പോവുകയില്ല. എങ്കിലും ഈ രൂക്ഷതയുടെ കാര്യത്തിൽ മറ്റെന്തിനോടും, ആ കൂട്ടത്തിലുള്ള മറ്റെന്തിനോടും ഇത് കിടപിടിക്കും. This remedy does not, of course, fit all these patients because it does not fit their specific symptoms.
നാച്ചുറൽ. സ്പെസിഫിക് സിംറ്റംസ്, അതായത് ആ ടോട്ടാലിറ്റിയെ, സമഗ്രതയെ, ആ രോഗിയുടെ തനിമയെ സൂചിപ്പിക്കുന്ന സവിശേഷമായ ലക്ഷണങ്ങളെയെല്ലാം ഇത് കവർ ചെയ്യണമെന്നില്ല, അത്രയ്ക്ക് പ്രൂവൺ അല്ല. ബട്ട് ഇറ്റ് ഹാസ് ദ നേച്ചർ ഓർ ജനറൽ സ്റ്റേറ്റ്, ആ സ്വഭാവം, രോഗാവസ്ഥ സ്വഭാവം, അതിൻ്റെ പൊതു അവസ്ഥ, വിച്ച് ഓഫ് കോഴ്സ് പ്രൊസീഡ്സ് എവറിത്തിങ്, അതാണ് എല്ലാത്തിനും മുന്നിൽ നിൽക്കുന്നത്. എല്ലാത്തിനും മുന്നിൽ നിൽക്കുന്നത് ആ രോഗിയുടെ പൊതുസ്ഥിതിയാണ്. കൂട്ടത്തിൽ മെഡിക്കൽ ഫിലോസഫിക്ക് എൻ്റെ അങ്ങ് അറിയാതെ വെച്ചു തരികയാണ് ആ ഒരു ബെൻസോയിക് ആസിഡിന്റെ മറവിലും. അപ്പോൾ അതാണല്ലോ എല്ലാത്തിനേക്കാളും മുന്നിൽ നിൽക്കുന്നത് നമ്മൾ പരിഗണിക്കേണ്ടത്. ആ ഒരു പൊതുസ്ഥിതിയും ആ ഒരു പൊതു സ്വഭാവവും, നേച്ചർ ആൻഡ് സ്റ്റേറ്റ്, അത് ആൻഡ് വെൻ ഇറ്റ് റിലേറ്റ്സ് ടു ഓൾ ദ പർട്ടിക്കുലേഴ്സ്. ഇനി ഇവ എല്ലാ പർട്ടിക്കുലേഴ്സിനോടും ബന്ധപ്പെട്ട് വരുമ്പോൾ, നമ്മൾ നേരത്തെ പലപ്പോഴും കണ്ടിട്ടുണ്ട്, ജനറൽസ് വളരെ പ്രൊഡോമിനൻ്റ് ആണ്, സ്ട്രോങ് ആണ്, നന്നായിട്ട് ചേരുന്നുണ്ട് രോഗിയുടെയും ഔഷധത്തിൻ്റെയും ജനറൽ കണ്ടീഷൻ, അതിൻ്റെ കോൺസ്റ്റിറ്റ്യൂഷണൽ കണ്ടീഷൻ ചേരുന്നുണ്ടെങ്കിൽ പർട്ടിക്കുലേഴ്സ് വലിയ പ്രാധാന്യമില്ല. അത് കാണാത്ത പർട്ടിക്കുലേഴ്സിനെയും അത് ക്യൂർ ചെയ്യും. ഇത് പറയാത്ത മെഡിക്കലൊന്നും കാണാത്ത, പ്രൂവിങ് ചിലപ്പോൾ ശ്രദ്ധിക്കാത്ത ഒരു ലക്ഷണം രോഗിയിലുണ്ടെങ്കിലും ആ അയാളുടെ ജനറൽ കണ്ടീഷൻ, അയാളുടെ കോൺസ്റ്റിറ്റ്യൂഷൻ വളരെ ഭംഗിയായിട്ട് ചേർന്ന് വരുന്നുണ്ടെങ്കിൽ അതൊക്കെ കവർ ചെയ്തു പോകും. അതാണ് നമ്മൾ അനുഭവത്തിലൂടെ മനസ്സിലാക്കാവുന്ന ഒരു കാര്യമാണത്. പക്ഷെ ഇവിടെ വരാൻ നേരത്ത് അത്രയ്ക്ക് പ്രൂവ് ചെയ്യപ്പെട്ട, കൃത്യമായിട്ട് അങ്ങനെ ഖണ്ഡിതമായി പറയപ്പെട്ട ഒരു ഔഷധമല്ലാത്തത് കൊണ്ട്, അതുകൊണ്ടാണ് എന്ത് പറയുന്നത്, റിലേറ്റ്സ് ടു ഓൾ ദ പർട്ടിക്കുലേഴ്സ് ആസ് വെൽ, എല്ലാ പർട്ടിക്കുലേഴ്സിനും ആയിട്ട് ഈ രോഗിയുടെ പൊതുസ്ഥിതിയും ചേർന്ന് വന്നു കഴിഞ്ഞാൽ ഡസ് മേക്ക് വണ്ടർഫുൾ ചേഞ്ച്. അങ്ങനെ വന്നു കഴിഞ്ഞാൽ അത്ഭുതകരമായ ഫലം ഉണ്ടാക്കും. അപ്പോൾ വെൽ പ്രൂവൺ മെഡിസിൻസ് ഇതുമായിട്ട് അങ്ങനെ പ്രൂവൺ അല്ലാത്ത എന്നാൽ സഫീഷ്യൻ്റ്ലി പ്രൂവൺ ആയിട്ടുള്ള ഔഷധങ്ങളുടെ കാര്യത്തിൽ അതാണ്, അവിടെ പർട്ടിക്കുലേഴ്സും ജനറൽസും എല്ലാം ഒരേപോലെ ചേർന്ന് വരണം. നമുക്ക് ജനറൽസ് സ്ട്രോങ് ആണ് ഒക്കെ ഉണ്ട്, അതുകൊണ്ട് പർട്ടിക്കുലേഴ്സിനെയും അത് ഹീൽ ചെയ്തോളും എന്ന് നമുക്കൊരു പൊതു അവസ്ഥയിൽ നമുക്കിവിടെ പറയാൻ പറ്റില്ല. ദർ ആർ എ ഫ്യൂ മെൻ്റൽ സിംറ്റംസ് ഉണ്ട്. എന്താ കൊട്ടേഷനാണ്, ഇംഗ്ലീഷ് ഡ്വെൽ ഓൺ അൺപ്ലസന്റ് തിങ്സ്. നമുക്ക് സന്തോഷകരമല്ലാത്ത കാര്യങ്ങളിൽ മനസ്സ് വ്യാപരിക്കാനുള്ള ഒരു പ്രവണത. നമ്മളെ പൊതുവെ മനുഷ്യൻ്റെ ആരോഗ്യമുള്ള വ്യക്തിയുടെ പ്രവണത എന്താണ്? ശുഭാപ്തി വിശ്വാസം ഉണ്ടാവും, സന്തോഷം, ആനന്ദം, സന്തോഷത്തേക്കാൾ ജോയ്, ആനന്ദമുണ്ടാവും. ഈ ആനന്ദത്തിന്, സന്തോഷത്തിന് അല്ല സ്നേഹത്തിന് ഇതിനൊക്കെ വിരുദ്ധമായ വികാരങ്ങളുണ്ടെങ്കിൽ ആ വ്യക്തി രോഗാതുരയാണെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അപ്പോൾ ഈ സന്തോഷകരമല്ലാത്ത കാര്യങ്ങളിൽ വ്യാപരിക്കാനുള്ളൊരു പ്രവണത മനസ്സിനുണ്ട്. അതാണ് ഇതിൻ്റെ ഒരു പ്രൂവ് റെക്കോർഡ് ചെയ്ത് പറഞ്ഞിരിക്കുന്നത്. ഇറ്റ് മെയ്ഡ് ഹിം ഷഡർ, ഭയം കൊണ്ട് വിറയ്ക്കുന്നു. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചിന്തിച്ചിട്ട് ഭയം കൊണ്ട് വിറയ്ക്കുന്നു. ഞാനിതൊക്കെ വായിച്ചുകൊണ്ടിരിക്കുമ്പോൾ എൻ്റെ സുഹൃത്തുണ്ടായിരുന്നു. ആ സുഹൃത്ത് എന്നോട് ഒരു പ്രശ്നം പറഞ്ഞു വന്നു. പ്രശ്നം മറ്റൊന്നുമല്ല, അദ്ദേഹത്തിൻ്റെ ഒരു മൂത്ത സഹോദരനുണ്ട്, അന്ന് ജോലിക്ക് പോവുകയാണ്, ഒരു ഇരുചക്ര വാഹനത്തിലാണ് പോകുന്നത്. അവർക്ക് നേരത്തെ ഒരു അപകടം സംഭവിച്ചിട്ടുണ്ട്, എങ്കിലും ഒക്കെ എല്ലാവരും മറന്നു. പക്ഷേ ഈ അനിയൻ മാത്രം മറന്നിട്ടില്ല. ഓരോ ദിവസവും ഈ ജ്യേഷ്ഠൻ വീട്ടിൽ നിന്ന് പോകുമ്പോൾ ഭയം കൊണ്ട് വിറക്കുകയാണ്, അപകടത്തിൽപ്പെട്ടു പോകും. അങ്ങനത്തെ ഒരു അവസ്ഥയായിരുന്നു. ആളെ ഞാനൊന്ന് ബാബുശ്ശേട്ടൻ്റെ അടുത്ത്, ഞാൻ ആദ്യമായിട്ട് ബാബുശ്ശേട്ടൻ്റെ അടുത്ത് കൊണ്ടുപോയ രോഗി ആ സുഹൃത്തായിരുന്നു. ബാബുശ്ശേട്ടൻ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയമാണ്. ഞങ്ങൾ രാത്രി ഇരുന്ന് കേസൊക്കെ എടുത്തു. പക്ഷെ അത് ആഴ്സാൽബ് കേസായിരുന്നു. ഒരു 3 ഡോസ് ആഴ്സാൽബ് കൊണ്ട് ആളുടെ സ്ഥിതി വളരെ ഗംഭീരമായി, ഒരു കുഴപ്പമുണ്ടായില്ല. അപ്പോൾ അതൊക്കെ ഇതിലും വരാം, ബെൻസോയിക് ആസിഡിലും വരാം. ഓൾട്ടർനേഷൻ ഓഫ് പ്രൊഫൗണ്ട് സ്ലീപ്പ് വിത്ത് പ്രൊലോങ്ഡ് പീരിയഡ്സ് ഓഫ് വേക്ക്ഫുൾനെസ്. ചിലപ്പോൾ നന്നായിട്ട് നല്ല ഗാഠനിദ്ര കിട്ടും, ചിലപ്പോൾ ഉണർന്നിരിക്കും, നീണ്ട നേരം ഉണർന്നിരിക്കും. ഇത് രണ്ടും മാറി മാറി വരാം, അങ്ങനത്തെ ഒരവസ്ഥ. ഇൻ എ പീരീഡ് ഓഫ് വേക്ക്ഫുൾനെസ്, ഇനി അവർ ഉണർവിൻ്റെതായ ഒരു സമയത്ത്, ഡ്യൂറിങ് ദ നൈറ്റ്, രാത്രിയിൽ, അപ്പോൾ ഓൾ ദ അൺപ്ലസന്റ് സബ്ജക്ട്സ് ദാറ്റ് ഹി ക്യാൻ തിങ്ക് ഓഫ്, ആ ഒരു സമയത്ത് ഇയാൾ ഉണർവിൻ്റെതായ ഒരു കാലയളവിൽ, രാത്രിയിൽ, ആ സമയത്താണ് ദുഃഖകരമായ, ഭയജനകമായ, സങ്കടകരമായ, സന്തോഷമില്ലാത്ത കാര്യങ്ങളൊക്കെ ഇയാളുടെ മനസ്സിലേക്ക് വരുന്നത് ആ ഉണർവിൻ്റെ സമയത്ത്. പക്ഷേ
നല്ല ഗാഠനിദ്രയായ സമയവും ഇയാൾക്ക് കിട്ടും. ദിസ് സ്റ്റേറ്റ് ഓൾട്ടർനേറ്റ്സ് വിത്ത് നൈറ്റ്സ് ഓഫ് സ്റ്റുപ്പിഡ് സ്ലീപ്പ്. ഈ ഗാഠനിദ്ര എന്ന് പറയുന്നത് കെന്റ് കുറച്ചുകൂടി വ്യക്തമായിട്ട് പറയാൻ സ്റ്റുപ്പിഡ് സ്ലീപ്പ്. പ്രൊഫൗണ്ട് സ്ലീപ്പ് എന്ന് പറയാൻ പറ്റില്ല. ഇവിടെ പ്രൊഫൗണ്ട് സ്ലീപ്പ് നേരത്തെ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ശരിക്കും അത് ഒരു സ്റ്റുപ്പിഡ് സ്ലീപ്പായിരിക്കാൻ സാധ്യത. കെന്റ് അങ്ങനെ പറയും, സ്റ്റുപ്പിഡ് സ്ലീപ്പ്, ഒരു ബോധം കെട്ട് ഉറങ്ങുന്നൊരവസ്ഥ, ഒരു മാന്ദ്യം, ഒരു മന്ദിച്ചുറങ്ങുന്നൊരവസ്ഥ. ഫോർ വീക്സ്, ആഴ്ചകളോളം അയാളുടെ അവസ്ഥ എങ്ങനെയാണ്. ആൻഡ് ദിസ് ഫ്ലക്ച്വേറ്റ്സ്, ഇത് മാറുന്നു ഇൻ അക്കോർഡൻസ് വിത്ത് ദ ഫ്ലക്ച്വേഷൻ ഓഫ് ദ സ്റ്റേറ്റ് ഓഫ് യൂറിൻ. മൊത്തത്തിൻ്റെ അവസ്ഥ മാറുന്നതനുസരിച്ച് ഇയാളുടെ ഉറക്കത്തിൻ്റെ അവസ്ഥയും മാറുന്നു. അപ്പോൾ നല്ല ഡെപ്പോസിറ്റൊക്കെ ഉള്ള, ധാരാളം മാലിന്യങ്ങളൊക്കെ ഉള്ള മൂത്രം പോകുന്ന സമയത്ത് ഇയാളുടെ ഉറക്കം ഭംഗിയായിരിക്കാനാണ് സാധ്യത. മൂത്രത്തിൻ്റെ അളവ് കുറഞ്ഞു, അല്ലെങ്കിൽ മൊത്തത്തിലുള്ള മാലിന്യങ്ങൾ, അതിലുണ്ടാകുന്ന മൂത്രത്തിലൂടെ പോകേണ്ട മാലിന്യങ്ങൾ, യൂറിക് ആസിഡിൻ്റെ അളവ് കുറഞ്ഞു, സാന്ദ്രത കുറഞ്ഞു, ക്ലിയർ യൂറിനായി വരുമ്പോഴേക്കും ഉറക്കം കിട്ടുന്നില്ല. ഇങ്ങനെ ദുഃഖകരമായ ചിന്തകളൊക്കെ മനസ്സിലേക്ക് വന്ന് ആളെ ബുദ്ധിമുട്ടിക്കുന്നു. സാഡ്നെസ്, ആ ഒരവസ്ഥയിൽ സാഡ്നെസ്, ദുഃഖം. ആങ്സൈറ്റി വൈൽ സ്വെറ്റിംഗ്, വിയർക്കുന്ന സമയത്ത് ഉത്കണ്ഠ. ചൈൽഡ് ക്ലോസ്, കുട്ടികളാകെ മുഖം കറുപ്പിച്ച് കരച്ചിലും വീഴ്ചയിലും ഒക്കെ ആയിട്ട് അനുസരണക്കേട് കാണിക്കുന്നു കുട്ടികൾ. ദർ ആർ മെനി ഹെഡ് ഏക്സ്, ഇനി തലവേദനയെ കുറിച്ചാണ്. ദർ യുറീമിക് ഇൻ ക്യാരക്ടർ, മൂത്രസംബന്ധമായ തലവേദനയാണ്. ആൻഡ് കംസ് ഇൻ മെനി റീജിയൻസ് വിത്ത് മെനി ഡീറ്റെയിൽസ്. പല ഭാഗങ്ങളിൽ തലവേദന, പല ഭാഗങ്ങളിൽ വ്യത്യസ്തമായ സൂക്ഷ്മമായ ലക്ഷണങ്ങളോട് വരാം. പ്രൂവർ കോട്ട് ചെയ്തിരിക്കുകയാണ്. ഫിയർഫുൾ പെയിൻ ഇൻ ദ ഓക്സിപിറ്റോ ഓർ സെർബെല്ലം, തലയുടെ പിൻഭാഗത്ത്, കുഞ്ചി, സെർബെല്ലത്തിൻ്റെ ഭാഗത്ത്, അവിടെ ഭയജനകമായ വേദന, എന്തോ കുഴപ്പമുണ്ടാകുന്ന ചിന്തിക്കുന്ന വേദന, ഭയവും വേദനയും ഒരുമിച്ച് വരുന്നു. വീണ്ടും കൊട്ടേഷൻ. റിമാറ്റിക് പെയിൻ ഇൻ ഹെഡ്, തലയിൽ വാദസംബന്ധമായ വേദന. ദാറ്റ് ഈസ് വെൽ ഡിസ്ക്രൈബ്ഡ്, ഇത് കൃത്യമാണ്. ബിക്കോസ് ദീസ് ഹെഡ് ഏക്സ് ഓഫ് യുറീമിക് ക്യാരക്ടർ ടേക്സ് ഓൺ എ സിമിലാരിറ്റി ടു റിമാറ്റിക് പെയിൻസ്. അപ്പോൾ ഈ മൂത്രസംബന്ധമായ സ്വഭാവമുള്ള തലവേദനകൾ വാദസംബന്ധമായ വേദനയോട് ഒരു സാദൃശ്യം ഉണ്ടാവും, അല്ലെ സാദൃശ്യം അങ്ങനെ ഉണ്ടായി വരും, രണ്ടും ഒരേപോലെ വരും. വീണ്ടും കൊട്ടേഷനാണ്. പെയിൻ ആൻഡ് ഹീറ്റ് ഇൻ റീജിയൻ ഓഫ് ഓർഗൻസ് ഓഫ് റഫറൻസ് ആൻഡ് ഫോംനെസ്, ഇത് കൊട്ടേഷനാണ്, പ്രവർ കൊട്ടിയിരിക്കുകയാണ്. ചൂടും വേദനയും എവിടെയൊക്കെയാണ്? റഫറൻസ് ആൻഡ് ഫോംനെസ്, വാക്കിൻ്റെ അർത്ഥത്തിൽ ആദരവും ഉറപ്പും ഉണ്ടാകുന്ന ഭാഗങ്ങളിൽ വേദന. അപ്പം എന്താണ് വാസ്തവത്തിൽ ഇത്? ഞാനിത് വായിച്ചപ്പോൾ തന്നെ അതൊരു യൂസേജാണ് എനിക്ക് തോന്നി. ഈ തലയോടിൻ്റെ, വിശേഷം നെറ്റിയുടെ ആകൃതി വെച്ചുകൊണ്ട് ഫ്രിലോളജി എന്ന് പറയും, ഒരു ശാസ്ത്രം, ഒരു ഹസ്തരേഖയോ മറ്റൊക്കെ പോലത്തെ ഒരു ശാസ്ത്രം. അത് നമ്മുടെ രവീന്ദ്രനാഥ് ടാഗോർ അതിൽ വലിയ മിടുക്കനായിരുന്നു. ഞാൻ കൽക്കട്ടയിൽ അദ്ദേഹം സ്ഥാപിച്ച വിശ്വഭാരതി യൂണിവേഴ്സിറ്റിയിലൊരു കോഴ്സ് ചെയ്യുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ ഒരുപാട് രചനകൾ ഞാൻ വായിച്ചു, മറ്റു സ്ഥലത്തും കിട്ടാത്ത. ഒരു സ്ഥലത്തൊരു ഒരു പുസ്തകത്തിൽ 4 ലേഖനങ്ങൾ അദ്ദേഹം ഇംഗ്ലണ്ടിൽ പഠിക്കുന്ന കാലത്ത് അദ്ദേഹത്തിൻ്റെ വീട്ടുടമസ്ഥ, താമസിക്കുന്ന വീട്ടിലെ ഹോസ്റ്റസ്, അവരോ മറ്റോ പറഞ്ഞു കൊടുത്തതാണ്. നെറ്റിയുടെ ആകൃതി, ഉയർച്ച, മുഴകൾ എന്നൊക്കെ വെച്ചുകൊണ്ട് ആ ഫ്രിലോളജി വെച്ചുകൊണ്ടാണ് ഈ ഓർഗൻ ഓഫ് റെഫറൻസ് നെറ്റിയാണ്, ക്രേനിയം, ആ ഭാഗത്തിൻ്റെ ആകൃതിയാണ് പ്രധാനം. പിന്നെ ഫോംനെസ്, അത് ഉച്ചി, മൂർധാവ്, അത് ആ വാക്കുകളാണ് പറയുന്നത്. അപ്പോൾ നെറ്റിയിലും മൂർധാവിലും വേദനയും ചൂടും. പ്രവർ കൊട്ടി വീണ്ടും കൊട്ടേഷനാണ്. ടിയറിങ് പെയിൻ ഇൻ വെർട്ടക്സിൽ, ഉച്ചിയിൽ വലിച്ചു കീറുന്ന പോലെ വേദന. ദ ഹെഡ് ഏക്സ് ആർ വെരി ന്യൂമറസ്, പലതരത്തിലുള്ള തലവേദനയുണ്ട്. ദ റെമഡീസ് ഫുൾ ഓഫ് ഡൾ ഏക്കിംഗ് ഓക്സിപിറ്റൽ ഹെഡ് ഏക്സ് കമ്മിങ് ഓൺ ദ നൈറ്റ് ഫ്രം ചേഞ്ച് ഓഫ് വെതർ. അപ്പോൾ കാലാവസ്ഥ മാറ്റം നമ്മൾ നേരത്തെ പറഞ്ഞു, ഈ രോഗികൾ സെൻസിറ്റീവാണ്. അപ്പോൾ ആ കുഞ്ചിയുടെ ഭാഗത്തുള്ള വേദന വളരെ പ്രൊമിനൻ്റ് ആണ്. അപ്പോൾ നെറ്റി, മൂർധാവ്, കുഞ്ചി, ആ ഭാഗങ്ങളിലൊക്കെയാണ് വേദന. കമ്മിങ് ഓൺ നൈറ്റ് ഫ്രം ചേഞ്ച് ഓഫ്, രാത്രിയിൽ കാലാവസ്ഥ മാറ്റത്തിനനുസരിച്ച് വരും. പെയിൻസ് ലൊക്കേറ്റ് ഇൻ ദ ബേസ് ഓഫ് ബ്രെയിൻ ആഫ്റ്റർ പെയിൻസ് ഹാവ് എക്സിസ്റ്റ് ഫോർ സം ടൈം ഇൻ ദ ജോയിൻസ്. അപ്പോൾ സന്ധികളിൽ വേദന കുറച്ച് കാലമായിട്ടുണ്ട്. അങ്ങനെയുള്ളവർക്ക് തലച്ചോറിൻ്റെ ബേസിൽ, അടിഭാഗം, നേരത്തെ ഈ പറയുന്ന കുഞ്ചി എന്നൊക്കെ പറയുന്ന ഭാഗത്തായിരിക്കാം, തലച്ചോറിൻ്റെ ബേസിൽ
അവിടെ വേദന വരുന്നു. ആൻഡ് ദേ ആർ പാസിങ് ബട്ട് ലിറ്റിൽ യൂറിൻ. അങ്ങനെയുള്ള ആളുകൾ, ആ ഒരു അവസ്ഥയിലുള്ള ആളുകൾ മൂത്രം ആലോചിക്കും. മൂത്രം പോകുന്നില്ല വാസ്തവത്തിൽ. ചിലപ്പോൾ വളരെ കുറച്ച് പോകാം, മൂത്രം പോകാതിരിക്കാം. അപ്പോൾ ആ ഒരു സാഹചര്യം ചേർന്ന് വരുന്നു. അപ്പോൾ മൂത്രവും തലയും സന്ധികളും ഒക്കെ ആയിട്ട് ചേർന്ന് വരുന്നൊരവസ്ഥ. എവറി ടൈം ഹി ടേക്സ് എ ലിറ്റിൽ കോൾഡ് ദ യൂറിൻ ബിക്കംസ് കാൻഡി. നേരത്തെ പറഞ്ഞത് തന്നെ, അത് തണുപ്പടിച്ചു കഴിഞ്ഞാൽ മൂത്രത്തിൻ്റെ അളവ് കുറയുന്നു. ആൻഡ് ഹീസ് ഫുൾ ഓഫ് ഡൾ എഗ്സ്. അങ്ങനെ വരുമ്പോഴേക്കും വല്ലാത്ത ഒരു വേദന, വല്ലാത്തൊരു തരം ഡൾ എഗ്സ് എല്ലായിടത്തും വരുന്നു. ആൻഡ് പെയിൻസ് ഇൻ ദ ഹെഡ്. തലയിൽ വേദന വരുന്നു. എസ്പെഷ്യലി ഇൻ ദ ഓക്സിപ്യൂട്ട്. ആ കുഞ്ചിയുടെ ഭാഗത്ത് സവിശേഷമായിട്ട് ഇപ്പോൾ വേദന വരുന്നു. അപ്പോൾ ആ ഒരു അവയവങ്ങൾ തമ്മിലുള്ള ബന്ധം, മൂത്രവും ശരീരത്തിന് സന്ധികളും തലയും തലച്ചോറും ഒക്കെ ആയിട്ട് വരുന്ന ആ ഒരു ബന്ധമാണ് നമുക്ക് ഈ ഭാഗത്ത് വ്യക്തമാകുന്നത്. അത്രയ്ക്ക് ചെയ്തപ്പെട്ട ഔഷധം അല്ലെങ്കിൽ പോലും വളരെ താല്പര്യജനകമായ ഒരു ഔഷധമാണ്, വളരെ സവിശേഷതയുള്ള ഔഷധമാണ്. അപ്പം അതിനെക്കുറിച്ച് ഇതേപോലെ നിരവധി വിശദാംശങ്ങൾ വീണ്ടും പറയുന്നുണ്ട്. നമുക്ക് തുടർന്ന് വരുന്ന എപ്പിസോഡിൽ കേൾക്കാം. താങ്ക് യു വെരി മച്ച് ഫോർ വാച്ചിങ്.